ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പാർലേജി ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഏത് ബിസ്ക്കറ്റാണോ കയ്യിലുള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ബിസ്ക്കറ്റ് ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇത് കുഴച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് കേട്ടോ. നമുക്ക് ഒരു ഷേപ്പ് ആക്കി എടുക്കണം. ഏത് ഷേപ്പാണോ വേണ്ടത് അത് ആക്കിയെടുക്കാനുള്ള ഒരു പാകത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴച്ച് നോക്കിയിട്ട് നമുക്ക് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ബോളാണ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതനുസരിച്ചിട്ടൊക്കെ ആക്കാം. അപ്പോൾ അത് മുഴുവൻ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കിതൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയ ആ ഒരു സൈസിലുള്ളതല്ല കേട്ടോ. നമ്മൾ സേമിയത്തിൻ്റെ ഒക്കെ ആ ഒരു സൈസിലുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇതിൽ മുക്കിയതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റി പിടിക്കണം. അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ചെറിയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഇതിൽ നന്നായിട്ട് തന്നെ പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ അരോട്ട് ബിസ്ക്കറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം കുറച്ച് മധുരമല്ലേ ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ബിസ്ക്കറ്റ് അത്യാവശ്യം തന്നെ മധുരമുള്ളത് കാരണം അധികം കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്